Welcome to my classroom. Today we are going to discuss about problems in performance appraisal. Okay. The problems are classified into four: faculty assumptions, psychological barriers, technical difficulties, and other difficulties. First is faculty assumption. Faculty assumption related with the performance appraisal of subordinates by superiors will lead to failure of appraisal system. It does not work properly. അതായത് സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും അത് വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇവിടെ ചില അസംഷൻ കാരണത്തിന് ഒരുപാട് അസംഷൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മാനേജേഴ്സിൻ്റെ ഭാഗത്ത് അവർക്ക് തോന്നാവുന്ന ചില കാര്യങ്ങൾ. അസംഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ, മാനേജേഴ്സ് നാച്ചുറലി വിഷ് ടു മേക്ക് ഫെയർ ആൻഡ് ആക്യുറേറ്റ് അപ്രൈസൽ ഓഫ് സബോർഡിനേറ്റ്സ്. മാനേജേഴ്സ് സാധാരണയായിട്ട് അവർ ജനറലായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ സബോർഡിനേറ്റ്സിന് നല്ല രീതിയിൽ ആക്യുറേറ്റായിട്ട് അപ്രൈസ് ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ മാത്രം അപ്രൈസ് ചെയ്യാനേ അവർക്ക് സാധിക്കുള്ളൂ എന്നുള്ളൊരു അസംഷൻ. Next, managers take a particular appraisal system as perfect. Actually, no system can provide an accurate appraisal system. മാനേജേഴ്സ് ഒരു ഏറ്റവും നല്ല സിസ്റ്റം അല്ലെങ്കിൽ എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നുന്ന സിസ്റ്റം, ഒരു മാനേജർ ചിന്തിക്കുകയാണ് പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നുന്ന സിസ്റ്റം അതാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോണത്. പക്ഷെ അതെപ്പോഴും ഒരു പെർഫെക്റ്റായിട്ടൊരു സിസ്റ്റം എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ആക്ച്വലി. അപ്പോൾ മാനേജേഴ്സ് സെലക്ട് ചെയ്യുന്ന സിസ്റ്റം ഏതാണോ അത് വെച്ച് അവർ അപ്രൈസ് ചെയ്യാണ് ചെയ്യുന്നത്. Then this assumption is that personal opinion is better than appraisal. Superiors are likely to appraise subordinate on the basis of opinion rather than the use of systematic appraisal and review procedure. സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അപ്രൈസൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ, റിവ്യൂ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റിനെ അപ്രൈസ് ചെയ്യുന്നത് ഒപ്പീനിയനിലൂടെയാണെങ്കിൽ അതും പലപ്പോഴും അതിനകത്ത് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ടല്ല ഒപ്പീനിയനിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്. ദെൻ ഫോർത്ത് അസംഷൻ ഈസ് ദാറ്റ് എംപ്ലോയീസ് വാണ്ട് ടു നോ വേർ ദേ സ്റ്റാൻഡ്. സബോർഡിനേറ്റ് റെസിസ്റ്റ് അപ്രൈസൽ ആൻഡ് their reaction against appraisal has often been powerful. എംപ്ലോയീസിന് അറിയണം ഏത് സ്റ്റാൻഡിൽ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. പക്ഷേ സബോർഡിനേറ്റ്സ് പലപ്പോഴും അപ്രൈസൽ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. പവർഫുള്ളായിട്ട് തന്നെ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതും മാനേജേഴ്സിനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു ബേസിൽ മാനേജേഴ്സ് എപ്പോഴും അവരുടെ സബോർഡിനേറ്റിന് അല്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള സബോർഡിനേറ്റ് നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ അപ്രൈസ് ചെയ്യണം എന്നുള്ളൊരു മുൻധാരണയും, ഫെയർ ആയിട്ടുള്ള അപ്രൈസൽ സിസ്റ്റം ഇതാണ് എന്നുള്ളൊരു ധാരണയും, അതുപോലെ ഒപ്പീനിയനിലൂടെ അപ്രൈസ് ചെയ്യാം, അതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള അസംഷൻസൊക്കെ മാനേജേഴ്സിൻ്റെ ഇടയിൽ സബോർഡിനേറ്റ്സിൻ്റെ ഇടയിലും ഉണ്ടാവാം. ഇത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും, ആക്യുറേറ്റായിട്ട് അപ്രൈസ് ചെയ്യൽ നടക്കില്ല. നെക്സ്റ്റ് പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മാനേജേഴ്സ് ഫീലിംഗ് ഇൻസെക്യൂരിറ്റി. മാനേജേഴ്സിന് ഇൻസെക്യൂർഡായിട്ട് ഫീൽ ചെയ്യാം. അതായത് അവരുടെ അണ്ടറിലുള്ള സബോർഡിനേറ്റ്സിനൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അല്ല വരുന്നതെങ്കിൽ അത് മാനേജേഴ്സിന് അല്ലെങ്കിൽ ആ സുപ്പീരിയേഴ്സിന് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്രൈസൽ ഈസ് ആൻ എക്സ്ട്രാ ബേർഡൻ. ചിലപ്പോൾ തോന്നും അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു ഓവർ ബേർഡനായിട്ട്, എക്സ്ട്രാ ബേർഡനായിട്ട് തോന്നാറുണ്ട്. നെക്സ്റ്റ്, മാനേജേഴ്സ് ബീയിങ് എക്സ്ട്രാ മോഡസ്റ്റ് ആൻഡ് ഇൻക്രെഡ്യൂലസ്. എന്ന് വെച്ചാൽ മാനേജേഴ്സ് പലപ്പോഴും ചില മാനേജേഴ്സ് വളരെ വിനീതമായിട്ട്, ഒരു അഹംഭാവം ഇല്ലാത്ത വളരെ വിനീതമായിട്ട് വിനയത്തോടു കൂടി പെരുമാറുന്നതായിരിക്കാം. ചില മാനേജേഴ്സ് പറയണത് ഇൻക്രെഡ്യൂലസ് എന്ന് വെച്ചാൽ അവർ ഒന്നിനും ഒരു വിശ്വാസമില്ല, ഒന്നും വിശ്വസിക്കാൻ ഒരുക്കമല്ല. അങ്ങനെയുള്ള അഹംഭാവമുള്ള മാനേജേഴ്സും ഉണ്ടാവാം. അപ്പോൾ അവരൊക്കെ അപ്രൈസ് ചെയ്യുന്ന രീതികളും അവരുടെ ആ ഒരു പ്രഡിക്ഷനും അല്ലെങ്കിൽ അപ്രൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ അത് പ്രോബ്ലമായിട്ട് വരാം. മാനേജേഴ്സ് ഫീൽ ദാറ്റ് സബോർഡിനേറ്റ് ഫെയിലിയർ ഡ്യൂ ടു ദെയർ എഫിഷ്യൻസി. ചിലപ്പോൾ മാനേജേഴ്സ് ഫീൽ ചെയ്യും അവരുടെ സബോർഡിനേറ്റ്സിന് ഫെയിലിയർ എന്ന് പറയുന്നത് അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ റിസൾട്ട് മോശമാണെങ്കിൽ അത് അവരുടെ പോരായ്മ കൊണ്ടാണ് എന്നുള്ളൊരു ഫീലിംഗ് വരാം. ദെൻ മാനേജേഴ്സ് ഡിസ്ലൈക്കിംഗ് ഓഫ് എ റീസെൻമെൻറ്റ് ബൈ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സ് ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് നല്ല റിസൾട്ട് അല്ല വരുന്നതെങ്കിൽ സബോർഡിനേറ്റ്സിന് മാനേജേഴ്സിനോട് വെറുപ്പുണ്ടാവോ, അവർക്കൊരു ദേഷ്യം പോലെ വെറുപ്പ് പോലെ ഉണ്ടാവോ, അത് മാനേജേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല.
അങ്ങനെ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഫീലിംഗ് മാനേജേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല. മാനേജേഴ്സ് ഡിസ്ലൈക്കിംഗ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് പ്യുവർ പെർഫോമൻസ് ടു സബോർഡിനേറ്റ്സ്. അതുപോലെ സബോർഡിനേറ്റ്സ് ഇവാലുവേറ്റ് ചെയ്ത് പുവർ പെർഫോമൻസ് ആണെങ്കിൽ ആ ഒരു റിസൾട്ട് അവരുടെ സബോർഡിനേറ്റ്സിനെ അറിയിക്കാൻ അവർ താല്പര്യം ഉണ്ടാവില്ല, അവർക്കൊരു ഇഷ്ടക്കേടുണ്ടായിരിക്കും. ഇതൊക്കെ സൈക്കോളജിക്കലായിട്ട് വരുന്ന തടസ്സങ്ങളാണ്. നെക്സ്റ്റ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസിൽ മെയിനായിട്ട് രണ്ടെണ്ണമാണ് വരുന്നത്. ഫസ്റ്റ് വൺ ക്രൈറ്റീരിയൻ പ്രോബ്ലം ആൻഡ് നെക്സ്റ്റ് വൺ ഡിസ്റ്റോർഷൻ നെക്സ്റ്റ് പ്രോബ്ലം. അതായത് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസിൽ ഫസ്റ്റ് പറയുന്നത് ഒരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ഡിഫിക്കൽട്ടി. ഒരു പെർട്ടിക്കുലറായിട്ടൊരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യാനായിട്ടില്ല, പല ട്രേറ്റ്സും പല ഫാക്ടേഴ്സും എടുത്ത് അത് വെച്ചാണ് സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പെർട്ടിക്കുലറായിട്ടൊരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല കോമൺ ആയിട്ട്. ആ ക്രൈറ്റീരിയ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരാം. ആംബിഗ്യൂറ്റി, വാഗ്നെസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരു അവ്യക്തത, ഡൗട്ട്ഫുള്ളായിരിക്കും കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഒന്നും ഒരു വ്യക്തമല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ്, ക്ലിയർ അല്ലാത്ത സിറ്റുവേഷൻസ് വരാം. അതുകൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും ഓവർകം ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രോബ്ലംസും ഫേസ് ചെയ്യാം. ആൻഡ് ഡിസ്റ്റോർഷൻ, മറ്റ് പ്രോബ്ലംസ്, അതായത് മറ്റ് തടസ്സങ്ങൾ, ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഡിസ്റ്റോർഷൻ ഒക്കർ ചെയ്യുന്നത് പലതരത്തിലായിരിക്കാം. ബയാസ്, എറേഴ്സ് ഇൻ മേക്കിംഗ് ഇവാലുവേഷൻ്റെ സമയത്ത് വരുന്ന പേഴ്സണലായിട്ടുള്ള ബയാസ് ആവാം, അതല്ലെങ്കിൽ സ്വമേധയാ വരുന്ന എറേഴ്സ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റോർഷനിൽ ഇവാലുവേറ്റർ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ സംഭവിക്കുന്ന, ബയാസ് ആണെങ്കിൽ കോൺഷ്യസ് ആയിട്ട്, എറേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിട്ടൊക്കെ വരാവുന്നതായിരിക്കാം. അപ്പോൾ ഡിസ്റ്റോർഷനിൽ ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ദി ഹാളോ എഫക്റ്റ്. ഹാളോ എഫക്റ്റ് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വെൻ ആൻ ഓവറോൾ ഇംപ്രഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ജഡ്ജ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് സിംഗിൾ ട്രേറ്റ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എംപ്ലോയീനെ ഓവറോളായിട്ട് എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്യലാണ്. ഒരു പെർട്ടിക്കുലർ ട്രേറ്റിൽ മാത്രം ഒരാൾ ഇംപ്രസ്ഡ് ആയി പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രേറ്റ് മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് അയാളെ റേറ്റ് ചെയ്യാൻ പോകുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലറായിട്ടൊരു ഒരാളൊരു ഗുഡ് പോയിൻ്റ് കണ്ടു, ആ ഒരു ഗുഡ് പോയിൻ്റ് വെച്ചിട്ട് അയാൾ നല്ലൊരു പെർഫോമറാണ് എന്നുള്ളതുകൊണ്ട് ഓവർ റേറ്റിംഗ് കൊടുക്കുക, ഹൈ റേറ്റിംഗ് കൊടുക്കുകയാണ് അയാൾക്ക്. ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് മാത്രം വെച്ചാണ് അയാൾ എന്ത് ചെയ്തത്, ഇംപ്രസ് ചെയ്തത്, എന്താ പറയുക, അയാളെ ഇവാലുവേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും സംഭവിക്കാം. ഒരു ഇഷ്ടമില്ലാത്തൊരു ബാഡായിട്ടുള്ളൊരു ഹാബിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് കണ്ട് അയാൾ ബാഡാണെന്നുള്ളതുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുക. ആക്ച്വലി അയാളൊരു ഗുഡ് പെർഫോമർ ആയിരിക്കും. അതാണ് ഹാളോ എഫക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സെൻട്രൽ ടെൻഡൻസി. This error occur when rater mark almost all his personnel as average and fails to discriminate between superior ആൻഡ് ഇൻഫീരിയർ പേഴ്സൺ. അതായത് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ലെവലിൽ, അതായത് ഒരു പർട്ടിക്കുലർ എംപ്ലോയി സുപ്പീരിയർ ആണോ അല്ലെങ്കിൽ ഇൻഫീരിയർ പേഴ്സൺ ആണോ എന്നുള്ളത് വേർതിരിച്ച് അറിയാൻ ഫെയിലാവുകയാണ്. അതായത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇയാൾ ബെറ്റർ ആണോ അല്ലെങ്കിൽ പോരാ എന്നുള്ളതോ ഡിസ്ക്രിമിനേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരു ആവറേജിലാണ് അയാളെ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഏറ്റവും ബെറ്റർ ആണെന്നും പറയില്ല, തീരെ ലോ ആണെന്നും പറയാതെ ഒരു ആവറേജ് ബേസിൽ എന്ത് ചെയ്യാറുണ്ട്, ഇവാലുവേറ്റ് ചെയ്ത് പോവാറുണ്ട്. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ്, കണ്ടിന്യൂസ് എറേഴ്സ്. അതായത് മോസ്റ്റ്ലി ആയിട്ട് കാണുന്ന, കോമൺ ആയിട്ട് കാണുന്നൊരു എറർ. ദർ ആർ easy raters and tough raters in all phases of life. This error is a reflection on the trait of the rater. Some raters are by nature too liberal or others are too strict. Some tend towards rating most people in the middle. അതായത് റേറ്റേഴ്സിനെ അനുസരിച്ചിരിക്കും, റേറ്റേഴ്സിൻ്റെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ഈസി ആയിട്ട് റേറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ടഫായിട്ട് റേറ്റ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അതായത് ചില റേറ്റേഴ്സ് പറയുന്നത് നാച്ചുറലി അവർ ഭയങ്കര ലിബറലായിരിക്കും, അവർ ഒരുപാട് സ്കോർ കൊടുക്കും, അല്ലെങ്കിൽ നല്ല ഹൈ റേറ്റിൽ റേറ്റ് ചെയ്യുന്നവരായിരിക്കും. അതല്ലെങ്കിൽ ചിലർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഏത് സിറ്റുവേഷനിലും അവർ സ്ട്രിക്റ്റായിട്ടേ ബിഹേവ് ചെയ്യുള്ളൂ, അവരിൽ നിന്ന് മാർക്ക് അല്ലെങ്കിൽ സ്കോർ വീഴാൻ ഒരുപാട് ചാൻസ് കുറവാണ്.
ചിലരെന്ത് ചെയ്യും, കൂടുതൽ റേറ്റും കൊടുക്കാനും പോവില്ല, അതുപോലെ തന്നെ വളരെ അങ്ങ് സ്ട്രിക്റ്റ് ആവാനും പോവില്ല. ഒരു മിഡിൽ ലെവൽ, ഒരു ആവറേജ് റേറ്റിൽ എല്ലാവരും റേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസും വരാം. അപ്പോൾ അതായത് റേറ്റേഴ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വരാവുന്ന എറർ മിസ്റ്റേക്സുകളാണ് ഇത്. ഓക്കെ, ഇവിടെ ഹൈ റേറ്റിംഗ് വരാം അല്ലെങ്കിൽ ലോ റേറ്റിംഗ് വരാം. രണ്ടും വരാത്ത രീതിയിൽ ആവറേജ് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന റേറ്റേഴ്സാണ് കൂടുതലും. കാരണം പ്രത്യേകിച്ച് ക്രിറ്റിസിസം ഒന്നും വരാത്ത രീതിയിൽ അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നല്ല ഹൈ ആണെന്നും റേറ്റ് ചെയ്യില്ല, ലോ ആണെന്നും റേറ്റ് ചെയ്യുക, അതൊരു ആവറേജ് ലെവലിൽ ഫാസ്റ്റായിട്ട് അങ്ങനെ റേറ്റ് ചെയ്ത് പോകും. അതും ഒരു മിസ്റ്റേക്കാണ്, കണ്ടിന്യൂസ് ആയിട്ട് വരാവുന്ന ഒരു എററാണ്. നെക്സ്റ്റ് പറയുന്നത് ഹോൺ എഫക്റ്റ്. ഹോൺ എഫക്റ്റ് എന്ന് പറയുമ്പോൾ റേറ്റേഴ്സ് ബയാസ് ഈസ് ഇൻ അതർ ഡിറക്ഷൻ where one negative quality of employee is being rated harshly. For example, ratee does not smile normally, so he cannot get along with people. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റേറ്റ് വെച്ച് ഹാർഷായിട്ട് റേറ്റ് ചെയ്യുക. അതായത് ഒരാളുടെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്വാളിറ്റി കാണുമ്പോൾ ആ നെഗറ്റീവ് ക്വാളിറ്റി വെച്ച് അയാളെ ഹാർഷായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, റേറ്റ് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ എംപ്ലോയി അയാളെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ ഒട്ടും ചിരിക്കാത്തൊരു മുഖഭാവമാണ് അയാൾക്ക്, അല്ലെങ്കിൽ നോർമലി അയാൾ അങ്ങനെ ചിരിക്കൊന്നുമില്ല. അപ്പോൾ അയാളെക്കുറിച്ച് ഒരു റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അയാൾ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ അയാളെ ഇവാലുവേറ്റ് ചെയ്യാം. ഒരാൾ ചിരിക്കാത്തത് കൊണ്ട് മറ്റുള്ളവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലല്ല, നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിലല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നാച്ചുറലായിട്ട് അയാൾക്കുള്ള ഒരു ക്യാരക്ടറായിരിക്കും, ചിരി കുറവാണെന്നുള്ളത്. പക്ഷേ അയാൾ നല്ലൊരു മനുഷ്യനായിരിക്കും, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു പെർഫോമറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഹോൺ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലെനിയൻസിയാണ്. Depending on raters on mental makeup at the time of appraisal, raters may be rated very strictly or very leniently. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് മറ്റൊരു രീതിയിൽ പറയുന്നു എന്ന് മാത്രം. ലെനിയൻസി എന്ന് പറഞ്ഞാൽ ദയ, കരുണ എന്നൊക്കെയാണ് മീനിങ്. അതായത് ഒരു റേറ്ററുടെ മെൻ്റൽ മേക്കപ്പിനനുസരിച്ച് അയാളുടെ റേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മെൻ്റൽ ഫീലിംഗ്, അയാളുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ചിരിക്കും അയാൾ എങ്ങനെയാണോ റേറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് നല്ല മൂഡിലാണെങ്കിൽ വളരെ ലിബറലായിട്ട് നല്ല രീതിയിൽ വളരെ ലെനിയൻ്റായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, റേറ്റ് ചെയ്യും. ചില സമയത്ത് മൂഡ് ശരിയാവില്ല, അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട്, ഭയങ്കര ദേഷ്യക്കാരനായിട്ട്, ഭയങ്കര സ്ട്രിക്റ്റായിട്ടായിരിക്കും അയാൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ആ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നതും ഓവറായിട്ട് സ്ട്രിക്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസും വരാം. ചിലപ്പോൾ ആ റേറ്റേഴ്സിന് അങ്ങനെ ശരിക്കും ആ റേറ്റേഴ്സിൻ്റെ മെൻ്റൽ മേക്കപ്പിനനുസരിച്ചിരിക്കും, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവരുടെ മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ചിരിക്കും. ഓക്കെ, ചിലപ്പോൾ നെഗറ്റീവായിട്ട് റേറ്റ് ചെയ്യും, ചിലപ്പോൾ പോസിറ്റീവായിട്ട് റേറ്റ് ചെയ്യും. അങ്ങനെയുള്ള പ്രോബ്ലംസും വരാം. നെക്സ്റ്റ് എറേഴ്സ് ഓഫ് വാരിയബിൾ സ്റ്റാൻഡേർഡ്സ്. എറേഴ്സ് ഓഫ് വാരിയബിൾ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ആണ്. അപ്പോൾ സം ഡിവിഷണൽ ഹെഡ്സ് മേ റിക്വയർ മച്ച് ഹയർ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ദാൻ അതേഴ്സ്. എന്ന് വെച്ചാൽ വാരിയബിൾ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഓരോ ഓർഗനൈസേഷൻ ഓരോ രീതിയിലാണ് സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്യുക. അപ്രൈസ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. അതിലേതൊക്കെ ട്രേറ്റ്സുകൾ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അതിനെ റേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യലും ഓരോ ഓർഗനൈസേഷൻ ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ എന്താണ്, അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷൻ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല. അപ്പോൾ അതിൽ വരുന്ന വേരിയേഷൻ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തേക്കാം. നെക്സ്റ്റ് പറയുന്നത് അതായത് അവിടെ ട്രേറ്റ്സുകൾ റേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ട്രേറ്റുകൾ വെച്ചിട്ടാണ് റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തിരഞ്ഞെടുക്കുന്ന ട്രേറ്റ്സുകളുടെ സ്വഭാവത്തിനും അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ട്രേറ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ അവിടെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുത്ത ട്രേറ്റ്സുകളല്ലാതെ ഒരുപാട് നല്ല ഗുണങ്ങൾ ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് ഉണ്ടാകും, അതവിടെ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാം. 7th one, സ്റ്റീരിയോ ടൈപ്പിംഗ്. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടൊരു സങ്കല്പം, ഒരു മുൻധാരണ ഉണ്ടായിരിക്കും, സ്ഥിരമായിട്ടൊരാൾക്കൊരു സങ്കല്പം ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തു പോവുകയാണ്. ഇറ്റ് ഈസ് എ മെൻ്റൽ പിക്ചർ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹോൾഡ് അബൌട്ട് എ പേഴ്സൺ ബിക്കോസ് ദാറ്റ് എ പേഴ്സൺ സെക്സ്, ഏജ്, റിലീജിയൻ, കാസ്റ്റ് എക്സെട്ര.
ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ സെക്സ് മെയിലാണോ ഫീമെയിലാണോ, അപ്പോൾ ഈ ഇവാലുവേറ്റർക്ക് ഏതിനോടാണോ ചായ്വ് അല്ലെങ്കിൽ ഏതിനോടാണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അയാളുടെ ഒരു പെർട്ടിക്കുലർ ഏജ്, ചിലപ്പോൾ റിലീജിയൻ ആയിരിക്കാം, കാസ്റ്റ് ആയിരിക്കാം, പല രീതിയിൽ എന്ത് ചെയ്യും, ഒരു സങ്കല്പം ഉണ്ടായിരിക്കും. ഇന്ന ആൾക്ക് ഇന്ന രീതിയിൽ, ഇന്ന ആൾ ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന റിലീജിയനിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെയായിരിക്കും, ഇന്ന ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ ഇതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെയായിരിക്കും, പുരുഷന്മാർ ഇങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരു ധാരണ വെച്ച് സ്ഥിരമായിട്ടുള്ള ഒരു സങ്കല്പം, അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു സങ്കല്പം. അതല്ലെങ്കിൽ അത് പുരുഷനായതുകൊണ്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ വരാം. ബൈ ജനറലൈസിങ് ബിഹേവിയർ, അതായത് ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ടുള്ളൊരു ബ്ലർ ഇമേജ് വെച്ചിട്ട് ജനറലൈസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, ചിലപ്പോൾ അത് ഓവർ എസ്റ്റിമേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് അണ്ടർ എസ്റ്റിമേറ്റ്സ് ആയിരിക്കും. ഒരു പേഴ്സൻ്റെ പെർഫോമൻസ് ആക്ച്വലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ ഒന്നില്ലെങ്കിൽ ഓവറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അണ്ടറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. സ്ഥിരം ആ സങ്കല്പത്തിൽ നിന്ന് മാറാതെ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റീസൻസി എഫക്റ്റ്. ഇൻ ദിസ് കേസ് റേറ്റർ ഗിവ്സ് ഗ്രേറ്റർ വെയിറ്റേജ് ടു റീസെൻ്റ് ഒക്കറൻസ് ദാൻ ഏർലിയർ പെർഫോമൻസ്. അതായത് ഒരു പെർട്ടിക്കുലർ എംപ്ലോയീനെ അപ്രൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴുള്ള റീസെൻ്റ് ആയിട്ടുള്ള അയാളുടെ പെർഫോമൻസിനെ വെച്ചിട്ടാണ് റേറ്റ് ചെയ്യുന്നത്. ഒരുപാട് മുന്നേ അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഉള്ള ആളുടെ പെർഫോമൻസ് കൺസിഡർ ചെയ്യില്ല. എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ റീസെൻ്റ് ആയിട്ട് ആൾ എങ്ങനെയാണോ വർക്ക് പെർഫോമൻസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരിക. പക്ഷേ മാസങ്ങൾക്ക് മുന്നേ 2, 3, 4, 5 മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു എംപ്ലോയി ആയിരിക്കാം അത്. ആ പാസ്റ്റ് പെർഫോമൻസ് കൺസിഡർ ചെയ്യാതെ ഇപ്പോഴത്തെ പെർഫോമൻസ് മാത്രം വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ വരാവുന്ന പ്രോബ്ലംസ്. ഓക്കെ, അതായത് എക്സലൻ്റ് ആയിട്ട് മുന്നേ പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് പറയുന്നത് റേറ്റേഴ്സ് ലൈക്കിങ് ആൻഡ് ഡിസ്ലൈക്കിങ്. റേറ്റേഴ്സ് ലൈക്കിങ് ആൻഡ് ഡിസ്ലൈക്കിംഗ് എന്ന് പറയുമ്പോൾ മാനേജേഴ്സിന് റേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതും ഇൻഫ്ലുവൻസ് ചെയ്യാം. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്ന് പറയുമ്പോൾ പേഴ്സണലായിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം, അവരുടെ ഇമോഷൻസ് ആയിരിക്കാം, അപ്പോഴത്തെ അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് ആയിരിക്കാം. അപ്പോൾ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകും. അത് ഈ അപ്രൈസൽ സിസ്റ്റത്തിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതർ ഡിഫിക്കൽട്ടീസ് ആണ്, ലാസ്റ്റ് കാറ്റഗറി. അത് മറ്റ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ പുവർലി ട്രെയിൻഡ് മാനേജേഴ്സ്. എഫക്റ്റീവായിട്ട് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ സ്കില്ലായിട്ടുള്ള മാനേജേഴ്സിനായിരിക്കും റേറ്റേഴ്സായിട്ട് അപ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. അത് ട്രെയിനിങ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത, അത്ര സ്കിൽഡായിട്ടില്ല ഉള്ള മാനേജേഴ്സ് അല്ല എങ്കിൽ അപ്രൈസൽ സിസ്റ്റം അവിടെ ഫെയിലാവും. നെക്സ്റ്റ് പറയുന്നത് പുവർ അപ്രൈസൽ ഫോംസ്. പലതരത്തിലും അപ്രൈസ് ചെയ്യാം, അത് നല്ല രീതിയിലല്ല. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? റേറ്റിംഗ് സ്കെയിൽ മേ ബി ക്വൈറ്റ് വേഗ് ആൻഡ് അൺക്ലിയർ. അതായത് അവ്യക്തമായിരിക്കും റേറ്റിംഗ് സ്കെയിൽ, നല്ല രീതിയിലായിരിക്കില്ല. ഇറ്റ് ഇഗ്നോർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ജോബ് പെർഫോമൻസ്. അതിനകത്ത് റേറ്റിംഗ് ഫോം മേ ഇഗ്നോർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, ജോബ് പെർഫോമൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. അതായത് അത് കൺസിഡർ ചെയ്യില്ല. ജോബ് പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, പക്ഷേ ജോബ് പെർഫോമൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. ദെൻ റേറ്റിംഗ് ഫോം മേ കണ്ടെയ്ൻ അഡീഷണൽ ഇറെലവൻറ്റ് പെർഫോമൻസ് ഡയമെൻഷൻ. അതുപോലെ തന്നെ റേറ്റിംഗ് ഫോമിനകത്ത് അഡീഷണലായിട്ട് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്താലും അത് ഇവാലുവേഷൻ കറക്റ്റായി എന്ന് പറയില്ല. അതുപോലെ തന്നെ റേറ്റിംഗ് ഫോമുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലോങ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടാണെങ്കിൽ അത് റേറ്റേഴ്സ് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇതെങ്ങനെ ഫില്ല് ചെയ്യണം, ഇതിൽ എന്തൊക്കെ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ അതിനോടൊരു മടുപ്പും തോന്നും. ഒരുപാട് ലോങ് ആയിക്കഴിഞ്ഞാലും കോംപ്ലക്സ് ആയിക്കഴിഞ്ഞാലും ഇവാലുവേഷൻ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് റേറ്റർ പ്രിപ്പയർഡ്നെസ്. റേറ്റ് ചെയ്യുന്ന ആൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ആഡിക്വേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോഴും അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് വരാം, ടെക്നിക്കൽ കോമ്പിറ്റൻസ് വരാം. റേറ്റ് ചെയ്യുന്ന ആൾക്കൊന്നും അറിയില്ല, കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ അതിനുള്ള നോളജ് ഉണ്ടാവില്ല. എംപ്ലോയീസിനെ ശരിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ ഒന്നും അറിയുണ്ടാവില്ല.
അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം വരാം. അപ്പോൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാതെ വന്നു കഴിഞ്ഞാലും എന്ത് വരാം, ഇവാലുവേഷൻ കറക്റ്റായി എന്ന് വരില്ല. ആൻഡ് ലാസ്റ്റ് വൺ, ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഓർഗനൈസേഷൻ്റെ പോളിസീസും പ്രാക്ടീസസും ഇൻഎഫക്റ്റീവാണ് എങ്കിലും എന്തില്ല, അപ്രൈസൽ സിസ്റ്റം ശരിയാവില്ല. If the sincere appraisal effort put in by rater is not suitably rewarded, motivation to do the job thoroughly finishes off. അതായത് കറക്റ്റായിട്ട് എന്താ പറയുക, റേറ്റിംഗ് കറക്റ്റായിട്ട് ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷൻ പോളിസീസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഓർഗനൈസേഷൻ, നല്ല രീതിയിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, റൈറ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, എംപ്ലോയീസിന് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരാം. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ റേറ്റർക്ക് സൂട്ടബിളായിട്ട് റിവാർഡ് ചെയ്തിട്ടില്ലെങ്കിലും റേറ്റർക്കും എന്തില്ല, ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. നല്ല രീതിയിൽ അപ്രൈസൽ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതിനൊരു മോട്ടിവേഷൻ റേറ്റർക്കും കൊടുക്കണം. അപ്പോൾ അതും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ പോളിസീസ് പ്രാക്ടീസസ് ശരിയല്ല, നല്ല രീതിയിലല്ല പോകുന്നത്, എഫക്റ്റീവായിട്ടുള്ള രീതിയിലല്ല പോകുന്നത് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസിനായാലും ശരി, റൈറ്റേഴ്സിനായാലും ശരി, നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമാണ് ഏതൊരു പ്രാക്ടീസസും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സക്സസ് ആവുള്ളൂ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. Okay, I hope you all are understood. Thank you.